നമ്മളിപ്പോഴത്തെ ജനറേഷനിൽ കല്യാണം കഴിക്കുമ്പോൾ പരസ്പരം ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കല്യാണത്തിന് മുമ്പ് നോക്കണം. അത് ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും. കല്യാണത്തിന് ശേഷമല്ല, കല്യാണത്തിന് മുമ്പ് പരസ്പരം സംസാരിച്ച് നോക്കാം. ഒരു കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തിട്ട് സംസാരിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവളുടെ ഒരു പെണ്ണിൻ്റെ ക്യാരക്ടർ ഒരു ആണിന് പറ്റുന്നുണ്ടോ, ആണിൻ്റെ ക്യാരക്ടർ പെണ്ണിന് പറ്റുന്നുണ്ടോ, അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ട് സംസാരം വേണം. സംസാരം ഇല്ലെങ്കിൽ കാര്യമില്ല. ആണായാലും പെണ്ണായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് നോക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. എന്ന് വെച്ചാൽ ആണിന് എന്ത് കാര്യങ്ങളും പെണ്ണിനോട് പറയാനുള്ള ഒരു പ്രൈവസി, ആ ഒരു ഇത് വേണം. പെണ്ണിന് എന്ത് കാര്യങ്ങളും ആണിനോട് പറയാനുള്ള ആ ഒരു പരസ്പരം ഒരു ബോണ്ടിങ് വേണം. ആ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രം കല്യാണത്തിലോട്ട് കിടക്കുക. അല്ലാണ്ട് വെറുതെ ഫാമിലിയുടെ ഒരു ഇതിന് വേണ്ടി ഫാമിലി പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഫാമിലിയുടെ ഒരു ഇതിന് വേണ്ടി വെറുതെ മാരേജ് ലൈഫിലോട്ട് പോയി വെറുതെ ജീവിതം വെറുതെ നശിപ്പിച്ച് കളയരുത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് അത് വെറുതെ തല്ലി പിടിച്ച് കലയിച്ച് ജീവിച്ച് ജീവിതം നശിപ്പിക്കാനുള്ളതല്ല പൊതുവേ. അതുകൊണ്ട് എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ്, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത്. ഇപ്പോഴത്തെ ജനറേഷൻ വേറെയാണ്, പണ്ടത്തെ കാലഘട്ടം പോലെയല്ല. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാണ്ട് ആ ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് തീർത്ത് അങ്ങനെ തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സംസാരിച്ച് തീർക്കാനായിട്ട് നമുക്കൊരു കപ്പാസിറ്റി പവർ, അത് ആണിനായാലും പെണ്ണിനായാലും പരസ്പരം ഉണ്ടോ എന്ന് തോന്നിയിട്ട് മാത്രം, അത് നോക്കിയിട്ട് മാത്രമേ കല്യാണത്തിലോട്ട് കടക്കാൻ പാടുള്ളൂ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഞാൻ പറഞ്ഞൊരിതാണ്. അപ്പോൾ നിങ്ങൾക്കതിനോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോരുത്തരും മാരേജ് ലൈഫൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.